ഇടുക്കി മൂന്നാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 7 ദിവസം നടത്തിയ ശുചീകരണ പരിപാടിയിൽ ശേഖരിച്ചത് 24 ടൺ മാലിന്യം. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന സമ്പൂർണ്ണ മാലിന്യമുക്തം നവകേരള ക്യാമ്പയിന്റെ ഭാഗമായാണ് മൂന്നാർ പഞ്ചായത്തിൽ സീറോ വേസ്റ്റ് മെഗാ ശുചീകരണ പരിപാടി ആരംഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായാണ് മൂന്നാർ പഞ്ചായത്ത് സീറോ വേസ്റ്റ് മെഗാ ക്ലീനപ്പ് ഡ്രൈവ് ക്യാമ്പയിൻ ഏറ്റെടുത്തത്. പഞ്ചായത്ത്, DTPC, KSEB, കേരള ശുചിത്വ മിഷൻ, അഗ്നിരക്ഷാസേന, പോലീസ്, വനംവകുപ്പ്, NREGA, വ്യാപാര സംഘടനകൾ, ഹിൽദാരി, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. പ്രദേശത്തെ 16 ക്ലസ്റ്ററുകളായി തിരിച്ചായിരുന്നു പ്രവർത്തനം. 8 ദിവസമായി നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ 30 ടണ്ണിലധികം മാലിന്യങ്ങൾ ശേഖരിച്ചു. ഇവയിൽ 18 ടണ്ണും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. ദിവസങ്ങൾ നീണ്ടുനിന്ന ക്ലീനപ്പ് ഡ്രൈവ് വലിയ വിജയമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഉദയകുമാർ GP. ഇന്നുവരെ ആരും പോയി എത്തിപ്പെടാൻ പറ്റാത്ത മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് എത്തിപ്പെടുകയും അതിൻ്റെ പരമാവധി തോതിൽ തന്നെ ക്ലീനപ്പ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഒരുപാട് ജനപങ്കാളിത്തം നമുക്ക് കിട്ടുന്നുണ്ട്. പൊതുനിരത്തുകൾ മാത്രമല്ല, നമ്മുടെ പുഴകളും ചെറു തോടുകളും കൈത്തോടുകളും അരുവികളും പുഴകളും എല്ലാം ഇറങ്ങി തന്നെ ക്ലീനപ്പ് നടത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെഡ് വർക്ക്സ് ജലാശയം, പഴയ മൂന്നാർ, മാട്ടുപ്പെട്ടി റോഡ്, ഫ്ലവർ ഗാർഡൻ, ബൈപ്പാസ്, ദേവികുളം റോഡ്, സൈലന്റ് വാലി റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശുചീകരണം നടന്നത്. ഓരോ ഇടങ്ങളിലും ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചാണ് ശേഖരിച്ചത്. ശേഖരിക്കുന്ന മാലിന്യം നല്ല തണ്ണി കല്ലാറിലുള്ള സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ചു. ഇതിനുശേഷം ജൈവ മാലിന്യത്തെ വളമാക്കി മാറ്റും. പ്ലാസ്റ്റിക് മാലിന്യം വൃത്തിയാക്കി യന്ത്രസഹായത്തോടെ പ്ലാസ്റ്റിക് ബ്ലോക്കുകളാക്കി വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ പഞ്ചായത്ത് മികച്ച വരുമാനവും നേടുന്നതാണ് പദ്ധതി. വരും ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരും. ശുചീകരണം നടത്തിയ പൊതു ഇടങ്ങളിൽ വീണ്ടും മാലിന്യ നിക്ഷേപം തുടർന്നാൽ കർശന നടപടിയുണ്ടാകുമെന്ന് മൂന്നാർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ന്യൂസ് മലയാളം, ഇടുക്കി.